കള്ളൊന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കള്ള് ചേർത്തും കള്ള് ചേർക്കാതെയും നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കള്ളൊന്നും ചേർക്കാതെയാണ് കേട്ടോ കള്ളപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പാണ്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അരി നമ്മൾ കുതിരാൻ വെച്ചിട്ടിപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ അരി മാത്രം ഇട്ട് കൊടുത്തിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അരി നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അരി അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ബാക്കിയുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചോറാണ് കേട്ടോ. നമ്മൾ 1 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. അരി എടുത്ത അതേ പാത്രത്തിലാണ് നമ്മൾ ചോറ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. അപ്പോൾ കള്ളപ്പത്തിൽ കുറച്ച് മധുരം ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 to 4 ടേബിൾ സ്പൂൺ, അത് നോർമൽ മധുരമാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. 1/2 സ്പൂൺ ജീരകം മതിയാവും. പിന്നെ നമുക്ക് ഒരു 6-7 ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കള്ളൊന്നും ചേർക്കാതെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാവെള്ളമാണ് കേട്ടോ. നമ്മൾ 1 കപ്പ് തേങ്ങാവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ നമ്മൾ 2 കപ്പ് നമുക്ക് സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ 1 കപ്പ് തേങ്ങാവെള്ളവും 1 കപ്പ് നോർമൽ വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അരി അരയ്ക്കുമ്പോൾ 1 കപ്പ് നമ്മൾ നോർമൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങാവെള്ളം 1 കപ്പ് നോർമൽ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തത്. അത് നമ്മുടെ അരിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ രാവിലേക്ക് നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത്, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് അരച്ച് വയ്ക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കള്ളാണ് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് കള്ളും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഒരു തവി മാവ് അതുപോലെ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഹോൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെ അടച്ച് വയ്ക്കാം കേട്ടോ. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്നായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗം നമ്മളിതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കള്ളില്ലാതെയും നമുക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കള്ളപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ ഒരു കള്ള് ചേർക്കാതെ നമ്മുടെ കള്ളപ്പം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.